ഇങ്ങോട്ട് വാ വാ. വേണ്ട മോളെ ശാലു, ഞാനും ഗംഗയും നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്, വളരെ മോശമായി പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് മോളൊന്ന് ഓർത്തു നോക്കിയേ. ആ മോളെ നിങ്ങ് വന്നേ, വാ. വാ. നിനക്കറിയാലോ, കുടുംബത്തിലെ ആകെയുള്ള ആൺതരിയ ഗിരി. കണ്ടില്ലേ ഈ കിടപ്പ്? ആർക്കെങ്കിലും സഹിക്കോ ഇത്? രക്തബന്ധമില്ലാത്ത എനിക്ക് സഹിക്കുന്നില്ല, പിന്നെ ഈ ഗംഗമോളുടെ കാര്യം പറയണോ? ഇവൾക്കുള്ള അത്ര സങ്കടം നമുക്കാർക്കും വരില്ലല്ലോ. ഇത്രയും കാലത്തിനിടയിൽ എന്തെല്ലാം സഹിച്ചു. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയതല്ലാതെ നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും അവൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? നിന്നെ ഗിരി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് ഗിരിയുടെ സ്നേഹം നീ മനസ്സിലാക്കിയോ? ഇല്ല, ഗിരിയെ നീ സ്നേഹിച്ചിട്ടില്ല. കഞ്ചന എന്തീ പറയുന്നേ? ഗിരിയേട്ടനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നോ? ഗിരിയേട്ടനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നോ? അതെ, അങ്ങനെയും ഞങ്ങൾ വിശ്വസിക്കൂ. നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആപത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അങ്ങനെ ഭാവിക്കല്ലേ, ഒന്നും അറിയില്ലെന്ന് നടിക്കല്ലേ. എന്താ ഗംഗമോളെ ഇത്? നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോളെ ശാലു, എത്ര നാളായി ഞാൻ നിന്നോട് പറയുന്നു നിനക്ക് ജാതകദോഷം ഉണ്ടെന്ന്. ഭദ്രയോഗമില്ലാത്ത ജാതകാ നിന്റേത്, അതിന് പരിഹാരവും ഇല്ല. എത്രയെത്ര അനുഭവങ്ങൾ കണ്ണു മുമ്പ് കണ്ടതല്ലേ. ഗിരിമോന്റെ ജീവനെങ്കിലും രക്ഷിച്ചൂടെ മോളെ? അതിന് നിനക്കേ കഴിയൂ, നിനക്ക് മാത്രം. മോളെ, നീ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോണം. ജീവിച്ചിരിക്കുന്നെങ്കിലും സമാധാനിച്ചൂടെ? മോള് കുഞ്ഞിന്റെ കാര്യത്തിലും വിഷമിക്കണ്ട, അവനെ ഞങ്ങൾ വളർത്തിക്കോളാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? ചമിട്ട കേട്ടു, പറഞ്ഞതെല്ലാം കേട്ടു. വിവാഹമോചനല്ലേ? ചെയ്യാം, നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്തു കളയാം. പക്ഷെ അതിനുള്ള വേദി ഇതല്ല, സമയം ഇതല്ല. എന്തായാലും ഈ കിടപ്പിൽ നമ്മൾ എണീക്കട്ടെ, രണ്ടു കാലിലൊന്ന് നിൽക്കാറാവട്ടെ. കുടുംബ കോടതി വരെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം. അതുവരെ രണ്ടാളും ഒന്ന് ക്ഷമിക്കേ, കേട്ടല്ലോ? എലിയെ തോപ്പി ചില്ലം കത്തിക്കണ്ടല്ലോ എന്ന് കരുതി ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത്. വേണ്ടെങ്കിൽ വേണ്ട, ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്ക് മാത്രമല്ലല്ലോ. പക്ഷേ തൽക്കാലം നീ ആരും പറയുന്നത് ശ്രദ്ധിക്കണ്ട, ആരും പറയുന്നത് കേൾക്കുകയും വേണ്ട. നിന്റെ ഏട്ടനാ പറയുന്നത്, സമാധാനമായിട്ടിരിക്കെ. മോള് വിഷമിക്കണ്ട. ഫിലിപ്പോസേ, എന്തോ? ഒളിഞ്ഞു നോക്കിയിട്ട് വീണ്ടും എങ്ങോട്ടാ മുങ്ങാൻ പോകുന്നത്? എൻ്റെ മദറാണ് സത്യം, ഞാൻ എങ്ങോട്ടും മുങ്ങിയതല്ല. എത്ര നേരമായിട്ട് ഫിലിപ്പോസിനെ ഞാൻ അന്വേഷിക്കുന്നു. എവിടെയായിരുന്നു താൻ ഇതുവരെ? ഒരുപാട് ജോലി കിടക്കുക ഇവിടെ. താൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുക. അയ്യോ, ഞാൻ ഇപ്പം തന്നെ പോയി എല്ലാം ശരിയാക്കിയേക്കാം. ഈ ഫിലിപ്പോസിനെ കണ്ട് ഒരു കുറവും ഉണ്ടാകില്ല. വേണ്ട വേണ്ട, ഇനി നീ കർത്താവിനെ കൂടെ കൂട്ടുപിടിക്കണ്ട. ഞാൻ ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയതാ, ഗിരിസാറിന്റെ അസുഖം അറിയാൻ. എന്തായാലും കണക്കിനുള്ള ശിക്ഷ എന്നെ കിട്ടി. അരയ്ക്ക് താഴോട്ട് അനക്കമേ ഇല്ല.
ശരിയാവാനും പാടെന്നാ ഡോക്ടർമാർ പറയുന്നത്. നീ ആ ശ്യാമപ്രസാദിനെ കണ്ടോ? കണ്ടു. മദറെ, ശ്യാം സാറിന്റെ ഒത്താശയില ഗിരി രേണുകയെ കൊല്ലാൻ ശ്രമിച്ചെന്നാ ഞാൻ അറിയുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? എന്നോടാ ധനപാല സാർ പറഞ്ഞതാ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നാട് മുഴുവൻ പറഞ്ഞു നടന്ന ഒടുവിൽ നീ അകത്താകും. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല, മദറിനോട് ആയോണ്ട് പറഞ്ഞതാ. ഏതായാലും ഗിരി സാറിന് കാര്യമായിട്ട് തന്നെ കിട്ടി. ഇനി ഒരിക്കലേ എഴുന്നേൽക്കാനോ നടക്കാനോ പറ്റില്ലെന്നാ അറിയുന്നത്. അങ്ങനെയൊന്നും പറയരുത് ബേലിപ്പോസെ. ആപത്ത് വരുമ്പോ എത്ര ശത്രുവായിരുന്നാലും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ശരി, സമ്മതിച്ചു. എങ്കിൽ ആ രേണുക കുഞ്ഞിന്റെ കാര്യോ? തലയ്ക്ക് പോലും വെളിവില്ലാതെ അല്ലേ ആ താലോലത്തിൽ കഴിയുന്നത്? ഈ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടിയതാരാ? ആ പെൺകൊച്ചിന്റെ അവസ്ഥ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ മതി മതി, ഇവിടെ നിന്നെ സമയം കളയാതെ ആ സ്റ്റോർ റൂമിലേക്കല്ലേ. അവിടെ ആൾക്കാർ ഫിലിപ്പോസിനെ കാത്തിരിക്കുക. ഓ, ഗിരി, മോനെ ഗിരി, ഗിരിമോനെ, കണ്ണ് തുറക്കും മോനെ. ദേ കാഞ്ചനമ്മയാ, കണ്ണുറക്ക് എന്റെ മോനെ. അമ്മ നിന്റെ ഈ കിടപ്പ് എങ്ങനെ സഹിക്കടാ? സഹിക്കുന്നില്ല. ഈ അവസ്ഥയിൽ മോനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നാലും ഇത് കാണുമ്പോ എങ്ങനെ പറയാതിരിക്കും? മോനെ അറിഞ്ഞില്ലല്ലോ ഇവിടെ നടന്ന പുകിലുകളൊന്നും. ആങ്ങളെയും പെങ്ങളും കൂടെ എന്നെയും ഗംഗമോളെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? ഗിരിമോൻ ഇങ്ങനെ അത്യാസ നിലയിൽ കിടക്കുമ്പോ ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാ. കേട്ടില്ല രണ്ടും. ഓ, എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഗംഗമോളെ അവൻ ഒഴിവാക്കാൻ പോവാണെന്ന്, ശാലിനിയുടെയും ബന്ധം ഒഴിപ്പിക്കോ അത്രേ. എന്നാ ഇതൊക്കെ കേട്ടിട്ടും അവളൊരു കമാന്നൊരു അക്ഷരം വേണ്ടിയോ? അതിൽ പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. ആങ്ങളെ പറയുന്നല്ലേ അവൾക്ക് വേദവാക്യം. ഓ, നല്ല വേദന ഉണ്ടല്ലോ മോനെ. ഇതിലും വലുതേതാണ്ട് വരാനിരുന്നതാ. എന്റെയും ഗംഗമോളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് ജീവനെങ്കിലും തിരിച്ചു കിട്ടി. എന്റെ ദൈവമേ, അവൾക്കിനി എന്തിനാ നിന്നെ? വേറെ നോക്കാലോ. ഗിരി, ഞാനും ഗംഗമോളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടി മാത്രം. ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്ക്. ദേ, ബന്ധം വേർപെടുത്താനാണ് അവരുടെ പ്ലാനെങ്കിൽ മോനെതിരൊന്നും നിൽക്കണ്ട. കുഞ്ഞിനെ നമുക്ക് വളർത്താടാ. ദേ, കുഞ്ഞിനെ അവളുടെ കൂടെ വിട്ടാ ഭാവിയിൽ അത് ദോഷം ചെയ്യും. അവന്റെ സ്വത്തിന് അവൾ വിലപേശും. ദേ മോനെ, അതിനിടവരുത്തരുതേ. വക്കീലാങ്ങളുടെ കുബുദ്ധിയും കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ഇനി തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഗംഗ കാണുക കുഞ്ഞുങ്ങളും ഇല്ല. എന്നോടൊത്തിരി ദയവ് കാണിക്കണം. ഞാൻ അല്പനേരം ഒന്ന് മയങ്ങിക്കോട്ടെ. ഇവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നോട്ടെ. പ്ലീസ് പ്ലീസ്. ശരി, എന്റെ മോൻ മയങ്ങിക്കോ, ഞാൻ പൊക്കോളാം. അതിനു മുമ്പേ ഈ കാഞ്ചനമ്മക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതും കൂടി കേട്ടിട്ടാവാം. മോനെ, ആത്മാർത്ഥതക്കൊന്നും ഒരു വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാലത്ത് കുടുംബസ്നേഹം കാണിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനും എന്റെ മോളും എന്നും എവിടെയും പുറമ്പന്തായിരുന്നല്ലോ. അപ്പോട്ടിനത് അറിയായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴിയാധാരായില്ലെന്ന് മാത്രം. അതുകണ്ടിട്ടാണല്ലോ ആ വീടും പറമ്പും ഗാഥമോളുടെ പേരിൽ എഴുതി വെച്ചിട്ട് അപ്പോട്ടം പോയത്. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം ഇനി നോക്കണം മോനെ. അതുകൊണ്ട് മോൻ എടുത്തു വെച്ചിരിക്കുന്ന ആധാരവും പ്രമാണവും ഒക്കെ ഒന്ന് തിരിച്ചു തന്നിരുന്ന.
തരകൻ സാറില്ലേടോ? വരുമോ? താനെന്താടോ കഥകളിക്ക് പഠിക്കണോ? അല്ല, ഇതാര് ഫിലിപ്പോസോ? ഇടോ, ഒരുപാട് കാലം ഇപ്പണി ഇവിടെ ഞാൻ ചെയ്തിരുന്നവനാ. ഏട്ട് മൂത്ത് SI ആവുന്നത് പോലെ ഒടുവിൽ ഗുമസ്തം മൂത്ത് വക്കീലാവുന്ന നേരത്താ ദൈവവിളി ഉണ്ടായത്. അങ്ങനെയാ ഞാൻ ഈ ഫീൽഡ് വിടുന്നത്. എന്റെ പൊന്നു ഫിലിപ്പോസെ, ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. അതൊക്കെ പോട്ടെ, തരകൻ സാർ വരുമോ? ഓ, വരും, ഇപ്പൊ വരും. ഫിലിപ്പോസ് ഇരിക്ക്. അത് പിന്നെ എന്തുവാ എഴുതുന്നത്? ഇന്ന് സബ്മിഷനുള്ള ഒരു റിപ്പോർട്ടാ. സാറ് വരുന്നതിന് മുമ്പ് എഴുതി തീർക്കാനുള്ളതാ. ഇടോ, ആ CA അടുത്ത കാലത്തെങ്ങാണ് ഇവിടെ വന്നിരുന്നോ? CI യോ? ഏത് CI? നമ്മുടെ രേണുക കേസ് അന്വേഷിക്കുന്ന CA ഇല്ലേ? ഇല്ല, അയാൾ എന്തിനാ തരകൻ സാറിനെ കാണാൻ ഇവിടെ വരുന്നത്? വല്ല കേസിന്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. രണ്ടും വകുപ്പൊന്നാണല്ലോ. ഒരാള് കറുത്ത കോട്ടിടുന്നു, മറ്റേ ആള് കാക്കി യൂണിഫോം. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല, ഫിലിപ്പോസ് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വല്ല കുഴപ്പവും? ചെറിയൊരു കുഴപ്പമുണ്ട് രാമകൃഷ്ണ.